ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മുൻ ലോക ചാമ്പ്യൻ ബോറിസ് സ്പാസ്കിയും റഷ്യയുടെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ രാഷ്വോസ്കിയും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ സ്പാസ്കി വൈറ്റ് സൈഡും രാഷ്വോസ്കി ബ്ലാക്ക് സൈഡും കളിക്കുന്നത്. ഈ ഗെയിമിലെയും ആദ്യത്തെ 6 മൂവുകൾ നമ്മുടെ കഴിഞ്ഞ ഗെയിമിൽ കണ്ട സെയിം മൂവുകൾ തന്നെയാണ്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു, വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു, വൈറ്റ് ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു, ബ്ലാക്ക് പോൺ വെച്ച് പോൺ ഇടുന്നു, വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു, ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് A6 മൂവ് കൊണ്ട് നൈറ്റ് ഓർ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു, വൈറ്റ് ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഇവിടെയും വൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഗെയിമിലെ സെയിം മൂവാണ് വരുന്നത്, F4 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ പോൺ വെച്ച് നൈറ്റ് ആക്കിയതുകൊണ്ട് ഈ പിൻ സ്ട്രോങ് ആക്കുകയാണ് വൈറ്റിൻ്റെ ദേശം. ആ ഗെയിമിൽ ബ്ലാക്ക് ഇവിടെ B5 മൂവ് ചെയ്ത ശേഷമാണ് ക്വീനെ C7ലേക്ക് ഡെവലപ്പ് ചെയ്തത്. എന്നാൽ ഇവിടെ ബ്ലാക്ക് ആദ്യം തന്നെ ക്വീനെ C7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരുന്നതോടൊപ്പം നൈറ്റിനെ പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. എന്നാൽ വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ക്വീനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് B5 മൂവ് ചെയ്ത ശേഷം ക്വീൻ സെല്ലിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു, വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ സെന്ററിലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ വൈറ്റിന്റെ എല്ലാ പീസുകളും ഡെവലപ്പായി കഴിഞ്ഞു. ബ്ലാക്കിന് ഇപ്പോഴും കാസ്ലിംഗ് ചെയ്യുക എന്നൊരു കാര്യം ബാക്കി വെക്കുന്നുണ്ട്. ബ്ലാക്ക് അതിനായിട്ട് തന്നെ ശ്രമിക്കുകയാണ്. ആദ്യം ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്ലിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. എന്നാൽ വൈറ്റ് അത് തടയാൻ ശ്രമിക്കുകയാണ്. E5 മുതലുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് അതേ അറ്റാക്ക് തന്നെ വീണ്ടും കൊടുക്കുന്നു. ബ്ലാക്ക് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്യുന്നു, വൈറ്റ് ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട് എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് നൈറ്റ് വെച്ച് ബിഷപ്പിനോട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് അടുത്തൊരു ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനോട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പ് വെച്ച് ഈ B5 പോണിട്ടുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യാം. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ആ പോണിട്ട് എടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ഈ റൂക്കിൻ്റെ ഫയലും ഓപ്പൺ ചെയ്യാം. ഇതോടെ സാക്രിഫൈസ് ചെയ്ത ബിഷപ്പിന് പകരം ബ്ലാക്കിന് 2 പോണുകൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനും നൈറ്റും അറ്റാക്കിലാണ്. ഇപ്പോൾ അറ്റാക്കിൽ നിന്നും ക്വീനെ എങ്ങോട്ട് തന്നെ മാറ്റിയാലും നൈറ്റിനെ D6ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. കിങ് D1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്കിനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ F8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റൂക്കിനെ F1ലേക്ക് കൊണ്ടുവന്ന് ഈ നൈറ്റിൻ്റെ സഹായത്തോടെ ഇങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിക്കാം. പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും പോൺ വെച്ച് പോണോട്ടാം. ഇപ്പോൾ നൈറ്റ് വെച്ചോ പോൺ വെച്ചോ തിരിച്ചൊട്ടിയാലും ക്വീന് വെച്ച് E6 പോൺ എടുത്തുകൊണ്ട് ഇങ്ങനൊരു മെയ്റ്റിന് ത്രെട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കാതെ ബ്ലാക്കിന് ഈ ചെക്ക്മെറ്റിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല. ഇപ്പോൾ ബിഷപ്പിനെ കൂടെ ഈ ഡയഗണിലേക്ക് കൊണ്ടുവന്നാലും നൈറ്റ് വെച്ച് ബിഷപ്പിനെ വെട്ടി മാറ്റാം. അപ്പോഴും ഈ ചെക്ക്മെറ്റ് ഫിഷിന് അതുപോലെ തന്നെ നിലനിൽക്കും. ഇത് ആ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലുള്ള ഒരു വേരിയേഷൻ മാത്രമാണ്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ വൈറ്റ് ബിഷപ്പ് വെച്ച് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ വെട്ടിയെടുത്തിരിക്കുകയാണ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നില്ല, പകരം നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ വെട്ടുമ്പോൾ വൈറ്റിൻ്റെ ഈ ക്വീൻ സൈഡിലെ പോൺ സ്ട്രക്ചർ വീക്ക് ആകും. ഈ സമയത്ത് കിങ് വെച്ച് ബിഷപ്പിനെ വെട്ടാനും അതിനുശേഷം റൂക്കിനെ കൂടെ സെൻട്രലിലേക്ക് കൊണ്ടുവന്ന ശേഷം കിങ്ങിനെ ഇങ്ങോട്ടേക്ക് സേഫ് ആക്കാനുമാകും ബ്ലാക്കിനോട് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സ്പാസ്കിയുടെ ഭാഗത്തു നിന്നും ഒരു ഷോക്കിംഗ് മൂവ് വരെയാണ്. ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനോട് എടുക്കാനോ അല്ലെങ്കിൽ ഈ റൂക്കിനെയോ ബിഷപ്പിനെയോ അറ്റാക്കിൽ നിന്നും മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് 2 പീസുകളെയും ഒരുമിച്ച് സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ ആദ്യം ഈ ഫ്രീ റൂക്കിനെ വെട്ടിയെടുക്കുകയാണ്. അറ്റാക്കുള്ള നൈറ്റ് ഉപയോഗിച്ച് റൂക്കിനോട് എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് 3 രീതിയിൽ ആ നൈറ്റിനെ നേടിയെടുക്കാമെങ്കിലും ഇപ്പോഴും ആ നൈറ്റിനെ വെട്ടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ ശ്രമിക്കുന്നില്ല. വീണ്ടും ഒരു ഷോക്കിംഗ് മൂവാണ് ചെയ്യുന്നത്. നൈറ്റ് ഉപയോഗിച്ച് E6 പോണിട്ടുകൊണ്ട് അടുത്ത നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കുമാണ്. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ക്വീൻ അറ്റാക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും ഒരു ചെക്കോട് കൂടി ഈ E6 പോണിട്ട് എടുക്കാനും പിന്നീട് ക്വീനും ബിഷപ്പ് വെച്ച് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാനാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ ക്വീനെ അറ്റാക്കിൽ നിന്നും മറ്റാണ് ക്വീനെ C6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇതോടെ വീണ്ടും വൈറ്റിൻ്റെ 2 കരുക്കളും ഒരേ സമയം അറ്റാക്കിലായിരിക്കുകയാണ്. എന്നാൽ വൈറ്റ് ഇപ്പോഴും ഈ 2 കരുക്കളെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല.
പകരം ബ്ലാക്കിനെ കൊണ്ട് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുകയാണ്. അതിനായിട്ട് നൈറ്റ് ഉപയോഗിച്ച് G7 പോണിട്ടുണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിനെ മൂവ് ചെയ്യാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഈ സമയത്ത് അടുത്ത ചെക്ക് വരെയാണ്. ക്വീനെ G5 കൊണ്ടൊന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. പോൺ ഉപയോഗിച്ച് പോണിട്ടുണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇത് ഡബിൾ ചെക്കാണ്. ബ്ലാക്ക് കിങ്ങിനെ D8 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് F7 മൂവ് ചെയ്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ C7 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ക്വീൻ F1 ചെക്ക് വന്നതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് നല്ല ഓപ്ഷനുകളൊന്നുമില്ല. ഇപ്പോൾ കിങ്ങിനെ B6 മൂവ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് ക്വീനെതിരെ അറ്റാക്ക് വരുമ്പോൾ ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ കിങ്ങിനെ ഇപ്പോൾ C8 D8 കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ റൂക്ക് E8 ഒന്ന് ചെക്ക് വരും. റൂക്ക് ഉപയോഗിച്ച് നെട്ടേണ്ടി വരും. ഈ സമയത്ത് പോണിനെ പ്രൊമോട്ട് ചെയ്ത് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. അല്ലാതെ ഇവിടെയുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്താലും നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് വരും. ക്വീൻ പിന്നിങ്ങില്ലാതെ കാരണം നൈറ്റിനെ വെട്ടാൻ പറ്റില്ല. അല്ലാതെ ഈ ക്വീനുള്ള സപ്പോർട്ട് ഒഴിവാക്കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ക്വീൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ കിങ്ങിന് C6 തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് ചെക്ക് വരുന്നതോടെ കിങ്ങിന് ഈ ക്വീനുള്ള സപ്പോർട്ട് ഒഴിവാക്കിക്കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറേണ്ടി വരും. അതോടെ ക്വീൻ നഷ്ടപ്പെടുകയും വൈറ്റ് വളരെ വേഗം ഗെയിം വിജയിക്കുകയും ചെയ്യും. അതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ ക്വീന് പോയി ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.